ഇവിടെ വേറെ ആർക്കും ബാത്റൂമിൽ പോകുന്നത്? എനിക്കറിയാൻ പോയ ചെറുക്കാനകത്ത് കയറി എന്താണ് ചെയ്യുന്നതെന്ന്. പെറ്റി അടക്കാതെ കഥ പറയണ. ഈ ഫോണിൽ കോള് വരുമ്പോ ബാത്റൂമിൽ പോയിരിക്കുന്നതിന് എന്തൊക്കെ തന്നെ അസുഖങ്ങളാണ്. ഇതിനൊരു തീരുമാനം വേണം. ഒരു 18 സ്നഗ്ഗി വാങ്ങി വെക്കണം. അവനെ അതിട്ടങ്ങ് നടത്തിക്കാം. നമുക്കും ടോയ്ലറ്റിൽ പോണം. ഇവര് മാത്രമുള്ള ടോയ്ലറ്റ്. നിങ്ങൾക്ക് ചോദിക്കണം. നീ അകത്ത് എന്ത് ചെയ്യായിരുന്നു? അകത്തെ നാളത്തെ ഉള്ളിക്കറിക്കുള്ള ഉള്ളി തൊലിക്കായിരുന്നു. വെച്ച് താമസിപ്പിക്കണ്ട. അകത്തേറി മുട്ടകൾ അവിച്ചു വെക്കി. ഇതിപ്പോ ഞാൻ മാത്രം തന്നെ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊന്നും പറയില്ല. ഇവൻ എന്റെ അടുത്ത് മാത്രം ദേഷ്യം വരും. എന്തായാലും പറഞ്ഞാ ഞങ്ങൾക്കും കേറണ്ടേടാ ബാത്റൂമില്. നീ വെക്കുന്ന ഉള്ളിക്കറിനെ കുറച്ച് ഉള്ളി അവനും കൂടെ കൊടുക്കും. എന്തിനാ ഇങ്ങനെ ചിരിച്ചു പറയുന്ന? പിന്നെ ഇങ്ങനെ ബാത്റൂമിൽ പോകരുത്. ഓക്കെ, എനിക്ക് കുറച്ച് സമയമൊക്കെ വേണം പോകാനായിട്ട്. നീ രണ്ട് കൈ രണ്ട് കാലുള്ള മനുഷ്യനല്ലേ? നിങ്ങൾ എന്തിനാ ഈ രാത്രി ബാത്റൂമിലൊക്കെ പോണ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? കിടന്നുറങ്ങടാ. നീയൊക്കെ നിന്ന നിപ്പിന് മാറിയാ. ഇപ്പൊ ഞാൻ മാത്രം ഇവന്റെ ശത്രു. എനിക്ക് ബാത്റൂമിൽ പോകാൻ കുറച്ച് സമയം വേണം. വേറൊരാൾക്ക് ഈ വീട്ടിൽ ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അങ്ങനെ ഒരാൾക്ക് തോന്നിയാണെങ്കിൽ നീ നേരത്തെ എനിക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് 18 സ്നഗ്ഗിന്ന് 2 അങ്ങ് കൊടുത്താ മതി. എന്ത് ഉത്തരം മുട്ടിപ്പോയി. ഒന്നും പറയാനില്ല. അതുകൊണ്ട് സ്റ്റക്കായി പോയി. നീയൊക്കെ കൊള്ളാൻ കേട്ടാ. എന്റെ കൂടെ ഇത്ര നേരം ഒന്ന് കുറ്റം പറഞ്ഞിട്ട് സമയം വലിഞ്ഞ അവിടെ വേണം. ഈ ബാത്റൂമിൽ പോയില്ലേ? അവൻ തലേനായിട്ട് അതിനകത്ത് കിടന്നു കളായി. എന്തോന്ന് ചെറുക്കണ്ടോ? ഭ്രാന്തും ഇല്ലോട്ടോ അവന്. ചുമ്മാ തലേനാട്ടല്ലേ അത്തേറി പോയത്. ഇവൻ എന്തിനാ